ഉം. എന്തായി ഇവിടുത്തെ ചടങ്ങിന്റെ ഒക്കെ കാര്യങ്ങള്? 7-ാം മാസത്തത്? ഓ, എന്താകാനാടി? ഒന്നും ആയിട്ടില്ല. എൻ്റെ മോടെ കാര്യം ആലോചിച്ചിട്ടാ എനിക്ക് ആകപ്പാട് വിഷമം. ഇവിടുത്തെ കാര്യത്തിന് തടസ്സമൊന്നുമില്ല. അവിടെ വീട്ടുകാരൊക്കെ അറിയാലോ. നമ്മൾ ഏത് സമയത്ത് നിർത്തിച്ചാലും അവര് വരാൻ തയ്യാറാ. അതിനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ട്. അതുപോലാന്നോ ഇവിടെ? ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. എൻ്റെ മോളെ 7-ാം മാസത്തിൽ വിളിക്കാൻ ചെല്ലുമ്പോൾ കൈയും വീശി അങ്ങോട്ട് ചെന്നാൽ മതി. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇല്ലേ. അതിനിപ്പോൾ എന്തോ ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല. ആകപ്പാട് വിഷമത്തില്ല. ഇവിടെ നല്ല ഭംഗിയായിട്ട് നടക്കുമ്പോൾ എൻ്റെ മോക്കും അതേപോലെ നടത്തണ്ടേടി. അതിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആദ്യത്തെ പ്രസവം തന്നെ. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളും ചടങ്ങുകളൊക്കെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നിൻ്റെ കൊച്ചിനെ അവിടെ മോശക്കാരിയാവുന്നതാട്ടൊക്കെ. ഇതിപ്പോൾ നിൻ്റെ മകനോട് പറയണം. അവനല്ലാതെ പിന്നെ ആര് ചെയ്യാനാ? നീ മിണ്ടാതെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ആ പെണ്ണ് അവിടെ പോയി ജീവിക്കേണ്ടത്. ജീവിതകാലം മുഴുവൻ അവരത് പറഞ്ഞ് പറഞ്ഞ് അവരെ കുത്തി നോവിക്കും ആ പെണ്ണിനെ. അതുകൊണ്ട് എന്തെങ്കിലും നീ ചെയ്യാൻ നോക്ക്. ഇപ്പം പഴയതുപോലെ ആന്നോടി. അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവനിക്കൊരു കുടുംബമായിട്ടുണ്ട്. ഇനിയും പെങ്ങടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം തന്നെയാണോ? പിന്നെ ഇവിടുത്തെ ചടങ്ങുകൾക്ക് തന്നെ അവൻ തന്നെയല്ലേ ബുദ്ധിമുട്ടുന്നത് തന്നെ. ഇനിയിപ്പോൾ അവിടെ അവൾക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാകുമോ? അതുമല്ല, ഞാൻ ഇതൊക്കെ പറയുമ്പം തന്നെ ആ പെണ്ണിന് എന്തോ തോന്നും. പെങ്ങളുടെ കാര്യങ്ങളും ആങ്ങളയുടെ നോക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇത് നടക്കുന്ന കാര്യം തന്നെയാണ്. അവനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. ഇനി അവനെക്കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണ്. എനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം. അവനാണെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല. ഞാനിട്ട് പറയാനും പോയിട്ടില്ല. പിന്നെ എങ്ങനെയാ? അതാ എനിക്കും ആകെപ്പാടൊരു വിഷമം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ അവൻ ചെയ്തോളും. എൻ്റെ മോടെ കാര്യം അവളെ വിളിക്കാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന്. എടി, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കാര്യങ്ങൾ നോക്കണ്ടേ? അവന് അവിടെ ആങ്ങളയല്ലേ? നിന്നെക്കൊണ്ട് എന്തായാലും നടക്കത്തില്ലല്ലോ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ തന്നെയാണോ നോക്കേണ്ടത്? അവൻ വരുമ്പോൾ കാര്യമായിട്ട് തന്നെ പറ. എന്നിട്ട് ഇവിടുത്തെ ചടങ്ങും അവൾക്കുള്ള കൊണ്ട് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ചെയ്തില്ലെങ്കിൽ മോശം തന്നെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഉമ്മ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴത്തേക്ക് നടത്താമെന്നൊക്കെയാണ് ഉമ്മ ചോദിക്കുന്നത്. ആ, അവനോട് പറഞ്ഞില്ലേ? അവനല്ലേ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് തന്നെ. ഈ ആഴ്ച തന്നെ നടത്താൻ പറയണം. ഒരു ഞായറാഴ്ച ഒരു ദിവസം നോക്കിയെടുക്ക്. അതാകുമ്പോൾ എല്ലാവർക്കും വരാനും ഒക്കെ ബുദ്ധിമുട്ട് കാണത്തില്ലല്ലോ. പലരും പല ജോലിക്ക് നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും സൗകര്യമായിരിക്കും. അതവനോട് പറയാൻ എന്തായിരുന്നു മോള്? ഇക്ക പറഞ്ഞത് ഉമ്മടുത്ത് വെക്കാനാ പറഞ്ഞത്. ഉമ്മ ഒരു ഡേറ്റ് പറയട്ടെ, ഒരു ദിവസം പറയട്ടെ എന്നാ പറയുന്നത്. ആ, അതുപോലെ തന്നെ ഉമ്മ റീനയുടെ ചടങ്ങ് നടത്തണ്ടേ? അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ ചടങ്ങ് നടത്താമല്ലോ. അതാ ഞാനും ഉദ്ദേശിക്കുന്നത്. അപ്പം അവളും ഇവിടെ കാണുമല്ലോ. അവരെല്ലാം വിളിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടോ ഉമ്മ? എന്തേലും പറഞ്ഞോ അവര്? ഇല്ല, അവര് വിളിച്ചില്ല. ഒന്ന് വിളിക്കണം. ആദ്യം ഇവിടുത്തെ ചടങ്ങൊക്കെ ഒന്ന് കഴിയട്ടെ. എന്നിട്ട് അവിടുത്തെ കാര്യം എന്താ നമുക്ക് ചെയ്യാമല്ലോ. ആം, നമുക്ക് അവളെ വിളിക്കുമ്പോൾ നമ്മൾ സ്വർണ്ണം എന്തെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കണം. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് നടത്തണം. അവൾക്കും അതല്ലേ ആഗ്രഹം. എൻ്റെ നല്ല ഭംഗിയായിട്ട് എന്തായാലും നടത്തുമ്പോൾ അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തണം. പിന്നെ ഉമ്മ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ആദിക്കാക്ക് ഭയങ്കര വിഷമമുണ്ട്. എനിക്കും ഉണ്ട്. ഇതിനെപ്പറ്റി ഒരു വകയും ഉമ്മ പറയുന്നില്ല. അവിടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തണമെന്നാണ് ഇക്കാക്കും ഭയങ്കര ആഗ്രഹം. ഉമ്മ എന്താ ഞങ്ങളടുത്തൊന്നും പറയാതിരിക്കുന്നത്? എല്ലാത്തിനും ഞങ്ങളങ്ങ് ഒഴിച്ച് മാറ്റി നിർത്തുന്നത്. അവൻ്റെ വാപ്പ മരിച്ചതിന് ശേഷം എൻ്റെ കുഞ്ഞാണ് ഈ വീട് മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ. അവിടെ പഠിത്തം, കല്യാണം ഒക്കെ എൻ്റെ കുഞ്ഞ് തന്നെ നടത്തിയത്. അവനിക്കൊരു ജീവിതം ഉണ്ടായി. ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് എൻ്റെ പൊന്നുമോൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അവനിക്കൊരു കുടുംബമൊക്കെ ആയില്ലേ മോളെ. ഇനി അവനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഉമ്മ ഒന്നും പറയാഞ്ഞത്. മനഃപൂർവ്വം അങ്ങനെയാണ് ഉമ്മ കരുതിയത്. എൻ്റെ കുഞ്ഞ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടില്ലേ, ഇനിയെങ്കിലും അവൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ അനുവദിക്കണ്ടേ ഞാൻ? അതുകൊണ്ടാണ് ഉമ്മ പറയാതിരുന്നത്. വേറൊന്നും കൊണ്ടല്ല. എന്നെക്കൊണ്ട് യാതൊരു മാർഗ്ഗവും ഇല്ല. പക്ഷെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി മോളെ. അല്ലാതെ നിങ്ങളെ അന്യാരായിട്ട് കണ്ടോണ്ടോ? മനഃപൂർവ്വം പറയാതിരുന്നതൊന്നും അല്ല. ഉമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വയ്ക്കണ്ട.
അവിടെ കാര്യങ്ങൾ ഇത്ര നാൾ നല്ല ഭംഗിയായിട്ട് നോക്കിയില്ലേ, ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങൾക്കും നല്ല ഭംഗിയായിട്ട് തന്നെ നോക്കും. ഇക്കാക്കും ഭയങ്കര വിഷമമുണ്ട് ഉമ്മ ഒന്നും പറയാത്തതിലൊക്കെ. അറിയാം, പക്ഷെ എന്നാലും അവിടെ കാര്യങ്ങളൊക്കെ നമ്മളല്ലാതെ പിന്നെ ആര് നോക്കാനമ്മ? പിന്നെ എന്നെക്കുറിച്ച് എനിക്ക് അങ്ങനെയുള്ള ചിന്താഗതി ഒന്നുമില്ല. അവിടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെന്നൊക്കെ. ഞാൻ അവളെ കണ്ടിരിക്കുന്ന എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ. അപ്പോൾ പിന്നെ അവിടെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നോക്കണ്ടേ അമ്മ? അവിടെ വാപ്പ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നടക്കത്തില്ലേ? ഇപ്പോൾ അവള് തന്നെ വാപ്പാടെ സ്ഥാനം കൊടുത്തിട്ട് നിൽക്കാക്ക. അപ്പോൾ പിന്നെ തിരിച്ചും അങ്ങനെ തന്നെയല്ലേ അമ്മ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഉമ്മ ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വെക്കണ്ട, ടെൻഷനും ആകണ്ട. അവരെ വിളിച്ച് പറഞ്ഞോളൂ, അവരൊരു ഡേറ്റ് എടുത്തോളാം. നമ്മൾ ഏത് നിമിഷം പോകാൻ തയ്യാറാന്ന് വിചാരിച്ചോളൂ. പിന്നെ ഇക്ക പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും വിളിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരാളെ പോലും ഇട്ട് കളയരുതെന്നാ. അതുകൊണ്ട് അതും പറഞ്ഞേക്കണം. ഉം.